നിങ്ങൾക്ക് സ്വാഗതം. സാഹിത്യലോകത്ത് ചില പുസ്തകങ്ങളുണ്ട്. കാലം കഴിയുന്തോറും അവയുടെ തിളക്കം കൂടിക്കൊണ്ടിരിക്കും. ലോകമെമ്പാടുമുള്ള സർവകലാശാലകൾ പഠിപ്പിക്കും, വലിയ എഴുത്തുകാർ അതിനെ പ്രശംസിക്കും, ഒരു മാസ്റ്റർ പീസായി അതിനെ വാഴ്ത്തും. അങ്ങനെ ഒരു പുസ്തകമാണ് ജോസഫ് കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. പതിറ്റാണ്ടുകളോളം സാഹിത്യലോകം ഈ പുസ്തകത്തെ വാഴ്ത്തി. കൊളോണിയലിസത്തിന്റെ മുഖംമൂടി വലിച്ചുകീറിയ ഒരു ധീരമായ രചനയെന്ന് എല്ലാവരും പറഞ്ഞു. പറയൂ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 1975 നൈജീരിയയിൽ നിന്നൊരു ശബ്ദമുയർന്നു. പ്രശസ്ത എഴുത്തുകാരനായ ചിനുവ അച്ചബെയുടെ ശബ്ദം. എല്ലാവരും കാണാതെ പോയ, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച ഒരു സത്യം ആ ശബ്ദം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അച്ചബെ പറഞ്ഞു, ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഒരു മഹത്തായ കലാസൃഷ്ടിയല്ല, അതൊരു വംശീയ ഗ്രന്ഥമാണ്. അതോടെ സാഹിത്യലോകം ശരിക്കും രണ്ടായി പിളർന്നു. അതെ, ആ ഒരൊറ്റ പ്രബന്ധം വലിയൊരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ രണ്ട് രചനകളെയും ഒരുമിച്ച് വെച്ച് ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യം ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലെ ആ ലോകത്തേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. പിന്നീട് ചിനു അച്ചബെ എന്തിനാണ് അതിനെ ഇത്ര ശക്തമായി എതിർത്തതെന്നും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതൊരു പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച മാത്രമല്ല. അല്ല, ഒരു കലാസൃഷ്ടിയെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, കാലം മാറുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ദൗത്യം ഇതാണ്. നമ്മുടെ ദൗത്യം കോൺറാഡ് വരച്ചു കാട്ടുന്ന ആഫ്രിക്ക എന്താണ്, അതിലെ മനുഷ്യരാരാണ്, പിന്നീട് അച്ചബെയുടെ കണ്ണിലൂടെ അതേ ചിത്രം നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് ജോലിയാണ്. വാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ച അർത്ഥങ്ങൾ, ചിത്രങ്ങൾക്കു പിന്നിലെ രാഷ്ട്രീയം എല്ലാം നമുക്ക് കണ്ടെത്തണം. കോങ്കോയിലെത്തുകയാണ്. പക്ഷേ നമ്മൾ ആ പുസ്തകത്തിലെ രംഗങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അക്കാലത്തെ കോങ്കോ എന്നൊന്ന് പറയേണ്ടി വരും. കാരണം ആ പശ്ചാത്തലമില്ലാതെ ഈ കഥ പൂർണ്ണമാകില്ല. തീർച്ചയായും. നമ്മൾ കോങ്കോ എന്ന് പറയുമ്പോൾ ഇത് ബെൽജിയൻ രാജാവായിരുന്ന ലിയോപോൾഡ് രണ്ടാമന്റെ ഒരു സ്വകാര്യ തോട്ടം പോലെയായിരുന്നു എന്നോർക്കണം. ഒരു രാജ്യത്തിന്റെ കോളനി ആയിരുന്നില്ല. അല്ല, ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തായിരുന്നു അത്. റബ്ബറിനും ആനക്കൊമ്പിനും വേണ്ടി അവിടെ നടന്ന ക്രൂരതകൾക്ക് കണക്കില്ല. ദശലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. കൈപ്പത്തികൾ വെട്ടിമാറ്റുന്നത് ഒരു സാധാരണ ശിക്ഷാരീതിയായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വംശഹത്യകളിൽ ഒന്നാണ് അവിടെ നടന്നത്. ഈ ഒരു നരകത്തിലേക്കാണ് കോൺറാഡിന്റെ മാർലോ കപ്പലിറങ്ങുന്നത്. അപ്പം മാർലോ ആദ്യം കാണുന്ന കാഴ്ച എന്താണ്? അയാൾ ഒരു ട്രേഡിംഗ് സ്റ്റേഷനിലെത്തുന്നു. അവിടെ ഒരു മരച്ചുവട്ടിൽ കുറേ മനുഷ്യരെ കാണുന്നു. പക്ഷെ കോൺറാഡ് അവരെ മനുഷ്യരെന്നല്ല വിശേഷിപ്പിക്കുന്നത്, അല്ലേ? അല്ല, കോൺറാഡ് ഉപയോഗിക്കുന്ന ഭാഷ വളരെ ശ്രദ്ധേയമാണ്. കറുത്ത രൂപങ്ങൾ ഇഴയുകയും നിൽക്കുകയും കുത്തിയിരിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം അവരെ വിശേഷിപ്പിക്കുന്നത് മൂർച്ചയുള്ള കോണുകളുടെ കെട്ടുകൾ, അതായത് ബണ്ടിൽസ് ഓഫ് അക്യൂട്ട് ആംഗിൾസ് എന്നാണ്. മൂർച്ചയുള്ള കോണുകളുടെ കെട്ടുകൾ? അതെ. ഒന്ന് ഓർത്തുനോക്കൂ, ജീവനുള്ള മനുഷ്യരെ അല്ല, മറിച്ച് എല്ലും തോലുമായ ജാമിതീയ രൂപങ്ങൾ പോലെ ജീവനറ്റ വസ്തുക്കളെപ്പോലെയാണ് ആ വിവരണം. തുടക്കത്തിൽ തന്നെ മനുഷ്യത്വത്തിൽ നിന്നുള്ളൊരു അകൽച്ച നമുക്കവിടെ കാണാം. ആ കാഴ്ചയുടെ ഭീകരത അവിടെയും തീരുന്നില്ല. മാർലോ ആ അസ്ഥികൂടങ്ങൾക്കിടയിൽ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. അവന്റെ കണ്ണുകൾക്ക് മാത്രം ജീവനുണ്ട്. ഒരു നിമിഷത്തെ സഹാനുഭൂതിയിൽ മാർലോ കയ്യിലുണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റ് അയാൾക്ക് നൽകുന്നു. അപ്പോഴാണ് മാർലോ ആ കാഴ്ച കാണുന്നത്. ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ ഒരു വെളുത്ത കമ്പിളിനൂൽ കെട്ടിയിരിക്കുന്നു. ആ ഒരു ചിത്രം, ആ വെളുത്ത നൂല്, നോവലിലെ ഏറ്റവും ശക്തമായ ബിംബങ്ങളിലൊന്നാണ്. യൂറോപ്യൻ നാഗരികതയുടെ ഒരടയാളം. പക്ഷേ എവിടെയാണത് കിടക്കുന്നത്? മരണാസന്നനായ പട്ടിണിക്കോലമായ ഒരു ആഫ്രിക്കക്കാരന്റെ കഴുത്തിൽ. അതിന് യാതൊരു അർത്ഥവുമില്ല, പ്രയോജനവുമില്ല. യൂറോപ്യൻ സംസ്കാരം ആഫ്രിക്കയിൽ ചെയ്തുകൂട്ടിയതിന്റെ ആകെ തുക ആ ഒരൊറ്റ നൂലിൽ കോൺറാഡ് ഒതുക്കിവെച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥമില്ലായ്മ, അതിന്റെ ക്രൂരമായ അസംബന്ധം എല്ലാം അതിലുണ്ട്. അത് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു നടുക്കമുണ്ട്. ആകെ തകർന്നടിഞ്ഞ ഒരു മനുഷ്യന്റെ കഴുത്തില് യൂറോപ്യൻ നാഗരികതയുടെ ഒരു അടയാളം, അർത്ഥമില്ലായ്മയുടെ ഒരു ഭീകരമായ ചിത്രം. ഈ ഒരു ഭീകരമായ കാഴ്ച കണ്ടതിന് ശേഷം സാധാരണ ഒരാൾ തകർന്നുപോകും. പക്ഷെ മാർലോ നേരെ പോകുന്നത് മറ്റൊരിടത്തേക്കാണ്. അവിടെയാണ് കോൺറാഡ് ഈ കഥയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെ, അയാൾ പോകുന്നത് സ്റ്റേഷനിലെ ചീഫ് അക്കൗണ്ടന്റിന്റെ അടുത്തേക്കാണ്. പുറത്തു മനുഷ്യർ പുഴുക്കളെപ്പോലെ മരിച്ചു വീഴുമ്പോൾ ഈ അക്കൗണ്ടന്റിന്റെ ഓഫീസ് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്.
അയാൾ ഇരിക്കുന്നത് നല്ല വെളുത്ത ഷർട്ടും സ്റ്റാർച്ച് ചെയ്ത കോളറും മിനുക്കിയ ബൂട്ട്സും ഒക്കെ ഇട്ടോണ്ടാണ്. മുടിയൊക്കെ ഭംഗിയായി ചീകി വെച്ചിരിക്കുന്നു. ചുറ്റുമുള്ള നരകത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരു ചിത്രം പോലെ. മാർലോക്ക് അയാളോട് ഒരുതരം ബഹുമാനം തോന്നുന്നുണ്ട്. ഈ ഭ്രാന്തിനിടയനും സ്വന്തം വസ്ത്രവും കണക്ക് പുസ്തകവും വൃത്തിയായി സൂക്ഷിക്കുന്നതിലുള്ളൊരു ബഹുമാനം. പക്ഷേ ആ അക്കൗണ്ടന്റിന്റെ പ്രവൃത്തിയെ വേണമെങ്കിൽ വേറൊരു രീതിയിൽ കണ്ടുകൂടെ? ആ ഭ്രാന്തമായ സാഹചര്യത്തിൽ തന്റെ വസ്ത്രവും കണക്കുപുസ്തകവും വൃത്തിയായി സൂക്ഷിക്കുന്നത് ഒരുപക്ഷെ അയാൾക്ക് സ്വബോധം നിലനിർത്താനുള്ള ഒരേ ഒരു മാർഗമായിരിക്കാം. അതൊരു കാപട്യമാണോ അതോ അതിജീവനമാണോ? വളരെ നല്ല ചോദ്യമാണ്. ഒരുപക്ഷേ വ്യക്തിപരമായി അത് അയാൾക്ക് അതിജീവനത്തിന്റെ ഭാഗമായിരിക്കാം. എന്നാൽ ഒരു വലിയ ചിത്രത്തിൽ നോക്കുമ്പോൾ അത് കൊളോണിയൽ വ്യവസ്ഥയുടെ കാപട്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. കാരണം പിന്നീടൊരു സംഭവം നടക്കുന്നുണ്ട്. രോഗിയായ ഒരു വെള്ളക്കാരനായ ഏജന്റിനെ അയാളുടെ ഓഫീസിലെ ഒരു കിടക്കയിൽ കൊണ്ടുവന്നിടുന്നു. ആ ഏജന്റ് വേദന കൊണ്ട് ഞെരങ്ങാൻ തുടങ്ങുമ്പോൾ അക്കൗണ്ടന്റ് അസ്വസ്ഥനാകുന്നു. എന്തിനാണെന്നോ? ആ ഞെരക്കം കാരണം അയാൾക്ക് കണക്കിൽ തെറ്റുപറ്റുന്നു. മനുഷ്യന്റെ വേദനയല്ല, കണക്ക് പുസ്തകത്തിലെ അക്കങ്ങളുടെ കൃത്യതയാണ് അയാൾക്ക് പ്രധാനം. അവിടെയാണ് അതിന്റെ ഭീകരത. മനുഷ്യജീവനേക്കാൾ വലുതാണ് വ്യവസ്ഥയുടെ ചിട്ടകൾ എന്ന ചിന്ത. അവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായി മിസ്റ്റർ കേർട്സ് എന്ന പേര് കേൾക്കുന്നത്. ധാരാളം ആനക്കൊമ്പ് കയറ്റി അയക്കുന്ന കമ്പനിയിലെ ഏറ്റവും മികച്ച ഏജന്റ്. ഒരു അസാധാരണനായ വ്യക്തി എന്നൊക്കെയാണ് അക്കൗണ്ടന്റ് കേർട്സിനെ വിശേഷിപ്പിക്കുന്നത്. മാർലോ അവിടുന്ന് പോകുമ്പോൾ കേർട്സിനെ കാണുകയാണെങ്കിൽ സ്റ്റേഷന്റെ കാര്യങ്ങളെല്ലാം തൃപ്തികരമാണ് എന്നറിയിക്കാൻ അക്കൗണ്ടന്റ് പറയുന്നുമുണ്ട്. പുറത്ത് മനുഷ്യർ മരിച്ചു വീഴുന്ന അതേ സ്റ്റേഷനെക്കുറിച്ചാണ് അയാൾ ഈ പറയുന്നത്. രംഗം അവസാനിക്കുന്നത് എന്തിനെയാണ്? അക്കൗണ്ടന്റ് തന്റെ പുസ്തകത്തിൽ ശ്രദ്ധയോടെ കണക്കുകൾ എഴുതുന്നു. മുറിയിൽ രോഗിയായ ഏജന്റ് അബോധാവസ്ഥയിൽ കിടക്കുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മരണത്തിന്റെ തോപ്പിലെ മരങ്ങൾ നിശ്ചലമായി നിൽക്കുന്നു. യൂറോപ്യൻ ചിട്ടയും ആഫ്രിക്കൻ ദുരിതവും പ്രകൃതിയുടെ നിസ്സംഗതയും, ഈ മൂന്നും ചേർന്നൊരു ചിത്രം. ഇതിനെയാണ് പതിറ്റാണ്ടുകളോളം കൊളോണിയലിസത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ വിമർശനമായി ലോകം കണ്ടത്. അതെ, യൂറോപ്യൻ അത്യാഗ്രഹത്തിന്റെയും ക്രൂരതയുടെയും ഒരു നേർക്കാഴ്ച. പക്ഷേ ഈ ചിത്രത്തിനൊരു മറുവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിനുവ അച്ചബെ വരുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. ആൻ ഇമേജ് ഓഫ് ആഫ്രിക്ക എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രബന്ധം. എന്തുകൊണ്ടാണ് അച്ചബെയ്ക്ക് ഈ നോവൽ ഇത്രയധികം പ്രശ്നമായി തോന്നിയത്? ഞാൻ ആദ്യമായി അച്ചബെയുടെ ഈ ലേഖനം വായിച്ചപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ക്ലാസിക്കായി പഠിച്ചൊരു പുസ്തകത്തെയാണ് അദ്ദേഹം ഒരു ദയയുമില്ലാതെ കീറിമുറിക്കുന്നത്. അത് സാഹിത്യത്തെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചു. അച്ചബെയുടെ പ്രധാന വാദം വളരെ ലളിതമാണ്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആഫ്രിക്കയെ ഒരു സ്ഥലമായിട്ടോ അവിടുത്തെ ജനങ്ങളെ മനുഷ്യരായിട്ടോ കാണുന്നില്ല. പകരം യൂറോപ്യൻ മനുഷ്യന്റെ മാനസിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവന്റെ ധാർമ്മിക അധപ്പതനം അളക്കാനുമുള്ള ഒരു പശ്ചാത്തലം മാത്രമായി ആഫ്രിക്കയെ ഉപയോഗിക്കുന്നു. ഇതൊരു വലിയ ആരോപണമാണ്. ഇത് തെളിയിക്കാൻ അച്ചബെ എന്തുദാഹരണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അദ്ദേഹത്തിന്റെ വിശകലനം വളരെ സൂക്ഷ്മമാണ്. ഇതൊരു ഫോട്ടോ എടുക്കുന്നത് പോലെയാണ് എന്ന് സങ്കൽപ്പിക്കുക. കോൺറാഡ് ആഫ്രിക്കയുടെ ഫോട്ടോ എടുത്തു. പക്ഷെ ഫോക്കസ് മുഴുവൻ മുന്നിൽ നിൽക്കുന്ന യൂറോപ്യൻ സഞ്ചാരിയായ മാർലോയുടെ മുഖത്തായിരുന്നു. പുറകിലുള്ള ആഫ്രിക്കയും അവിടത്തെ മനുഷ്യരും ആകെ ബ്ലറായിപ്പോയി. രൂപമില്ലാത്തൊരു പശ്ചാത്തലമായി മാറി. അച്ചബെ ചോദിക്കുന്നത് ഇതാണ്: ആ ബ്ലറായ ഭാഗത്ത് വ്യക്തമായ ജീവിതങ്ങളില്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? കൊള്ളാം. ആ ഉപമ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. മാർലോ സ്റ്റീമറിൽ നദിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുഴക്കരയിൽ കാണുന്ന ആഫ്രിക്കക്കാരെ വർണ്ണിക്കുന്നൊരു ഭാഗമുണ്ട്. കോൺറാഡ് എഴുതുന്നത് ഇങ്ങനെയാണ്: കറുത്ത കൈകാലുകളുടെ ഒരു ചുഴലി, കൈകൊട്ടലുകൾ, ഉരുളുന്ന കണ്ണുകൾ, അലറുന്ന വായകൾ, ഒരു ഭ്രാന്തൻ ആരവം. അച്ചബെ ചോദിക്കുന്നു, ഇവിടെ എവിടെയാണ് മനുഷ്യർ? ഇത് മനുഷ്യരെക്കുറിച്ചുള്ള വിവരണമല്ല, മറിച്ച് പ്രകൃതിയിലെ നിയന്ത്രിക്കാനാവാത്തൊരു ശക്തിയെ, ഒരു ചുഴലിക്കാറ്റിനെ വർണ്ണിക്കുന്നതുപോലെയാണ്. അവർക്ക് ചിന്തകളോ വികാരങ്ങളോ ഒരു സമൂഹമോ ഉള്ളതായി കോൺറാഡ് പരിഗണിക്കുന്നതേയില്ല. പക്ഷെ കഥയിൽ ഒരിടത്ത് മാർലോ അവർക്കും നമ്മളെപ്പോലെ കൈകാലുകളുണ്ട്, അവരും മനുഷ്യരാണ് എന്നൊക്കെ ചിന്തിക്കുന്നില്ലേ? അതൊരു മനുഷ്യത്വപരമായ ചിന്തയല്ലേ? അതാണ് അച്ചബെയുടെ അടുത്ത പോയിന്റ്. ആ ചിന്ത മാർലോയുടെ മനസ്സിൽ വരുമ്പോൾ അതൊരു വിചിത്രവും വൃത്തികെട്ടതുമായ, അതായത് ഗ്രോടെസ്ക് ആൻഡ് സ്ട്രേഞ്ച് ചിന്തയായാണ്
കോൺറാഡ് അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വന്തം വർഗത്തിൽപ്പെടാത്ത ഒരാളും മനുഷ്യനാണ് എന്ന ചിന്ത വിചിത്രമായി മാറുന്നത്? അച്ചബെ പറയുന്നത് ഇത് യഥാർത്ഥ സഹാനുഭൂതിയല്ല, മറിച്ച് പാശ്ചാത്യ വായനക്കാരന് പ്രാകൃതരുമായി ഒരു വിദൂര ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു ത്രിൽ നൽകാൻ വേണ്ടിയാണിത്. ഒരു ട്രിൽ? അതെ. നോക്കൂ, നമ്മളും ഒരു കാലത്ത് ഇതുപോലെ പ്രാകൃതരായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരവസരം. അത് സഹാനുഭൂതിയല്ല, മേൽക്കോയ്മയുടെ മറ്റൊരു രൂപമാണ്. അച്ചബെ അവിടെ സെൽവാജീരിയ എന്നൊരു വാക്കുപയോഗിക്കുന്നുണ്ട്. അതെന്താണ്? അത് ശ്രദ്ധേയമായൊരു പ്രയോഗമാണ്. സാവജറി എന്ന ഇംഗ്ലീഷ് വാക്കിനേക്കാൾ ആഴത്തിൽ യൂറോപ്യൻ ഭാവനയിലെ പരിഷ്കാരമില്ലാത്ത, നിയന്ത്രിക്കാനാവാത്ത പ്രകൃതി എന്ന ആശയത്തെയാണ് ആ ഇറ്റാലിയൻ വാക്ക് സൂചിപ്പിക്കുന്നത്. അച്ചബെയുടെ വാദം ഇതാണ്: കോൺറാഡ് ആഫ്രിക്കക്കാരെ യഥാർത്ഥത്തിൽ വിവരിക്കുന്നില്ല, മറിച്ച് ഈ യൂറോപ്യൻ ഭയത്തെയും സങ്കല്പത്തെയുമാണ് ആഫ്രിക്കയുടെ മേൽ കെട്ടിവെക്കുന്നത്. നോവലിൽ ആഫ്രിക്കക്കാരെ വ്യക്തികളായി അവതരിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ടോ? ഉദാഹരണത്തിന് ആ സ്റ്റീമറിലെ ഫയർമാൻ, അയാളെക്കുറിച്ച് കോൺറാഡ് വിശദമായി പറയുന്നുണ്ടല്ലോ. ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് വൺവിക്കുന്നത് എന്നാണ് അച്ചബെ ചോദിക്കുന്നത്. ആ ഫയർമാനെ, ഒരു യന്ത്രത്തെ പരിപാലിക്കുന്ന ആ മനുഷ്യനെ കോൺറാഡ് ഉപമിക്കുന്നത് ഒരു പാരഡി ട്രൗസറിലെ നായയോടാണ്. ആ പാവം മനുഷ്യൻ ആ ബോയിലറിനെ ഒരു ദൈവത്തെ പോലെയാണ് നോക്കുന്നതെന്നും ഇടയ്ക്ക് താഴേക്ക് നോക്കി എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ടെന്നും കോൺറാഡ് എഴുതുന്നു. അച്ചബെയുടെ വ്യാഖ്യാനം വളരെ മൂർച്ചയുള്ളതാണ്. ഒരു ആഫ്രിക്കക്കാരൻ അവന്റെ സ്വാഭാവിക ഇടത്ത്, അതായത് പുഴക്കരയിൽ ആർപ്പു വിളിക്കുമ്പോൾ അയാൾക്കൊരുതരം വന്യമായ ഗാംഭീര്യമുണ്ട്. ശരി. പക്ഷെ എപ്പോഴാണ് അയാൾ ഒരു യൂറോപ്യൻ ജോലി ചെയ്യാൻ, ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ അയാൾ പരിഹാസ്യനാകുന്നു, ഒരു കോമാളിയാകുന്നു. ഇത് കൊളോണിയൽ അധികാര ശ്രേണിയെ അടിവരയിട്ടുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോൺറാഡ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഒരു എഴുത്തുകാരനല്ലേ? അന്നത്തെ യൂറോപ്യന്മാർക്ക് ആഫ്രിക്കൻ സംസ്കാരത്തെക്കുറിച്ചോ സാങ്കേതിക വിദ്യയെക്കുറിച്ചോ വലിയ അറിവില്ലായിരുന്നു. സ്വന്തം കഥാപാത്രത്തിന്റെ അജ്ഞതയെ അദ്ദേഹം കാണിക്കുകയായിരുന്നില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ടതിന് ബോധമാണ്. അച്ചബെ ഇതിനും മറുപടി പറയുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ അവന്റെ കാലഘട്ടത്തിന്റെ സൃഷ്ടിയായിരിക്കാം, പക്ഷെ ഒരു മഹാനായ എഴുത്തുകാരൻ ആ കാലഘട്ടത്തിന്റെ പരിമിതികളെ മറികടക്കാൻ ശ്രമിക്കുന്നവനായിരിക്കണം. ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആളായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്കൊന്നും വംശത്തിന്റെയോ നിറത്തിന്റെയോ പേരിൽ മനുഷ്യത്വം നിഷേധിക്കപ്പെട്ടിട്ടില്ല. കോൺറാഡിനതിന് കഴിഞ്ഞില്ല. അദ്ദേഹം ആ കാലഘട്ടത്തിന്റെ വംശീയ മുൻവിധികളിൽ കുടുങ്ങിപ്പോയി എന്നാണ് അച്ചബെ പറയുന്നത്. കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ ഈ വ്യത്യാസം കൂടുതൽ വ്യക്തമാകുന്നത് സ്ത്രീകളെ അവതരിപ്പിക്കുമ്പോഴാണ്. കർട്സിന്റെ ആഫ്രിക്കൻ കാമുകിയും യൂറോപ്പിലുള്ള അയാളുടെ പ്രതിശ്രുത വധുവും. അതെ, ആ താരതമ്യം അച്ചബെയുടെ വാദങ്ങളെ ശരിവയ്ക്കുന്നതാണ്. ആഫ്രിക്കൻ സ്ത്രീ വന്യയും ഗംഭീരയുമാണ്, സാവജ് ആൻഡ് സൂപ്പർബാണ്. ആഭരണങ്ങൾ അണിഞ്ഞ് നിഗൂഢമായ ഒരു ഭാവത്തോടെ അവൾ പുഴക്കരയിൽ നിൽക്കുന്നു. പക്ഷെ അവൾ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. അവൾ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ്, ഒരു പ്രതീകം. എന്നാൽ യൂറോപ്പിലുള്ള കർട്സിന്റെ പ്രതിശ്രുത വധു അങ്ങനെയല്ല. അല്ല, അവൾ സംസാരിക്കുന്നു. അവൾക്ക് സങ്കീർണമായ വികാരങ്ങളുണ്ട്, ഓർമ്മകളുണ്ട്, വിശ്വസ്തത, വേദന സഹിക്കാനുള്ള കഴിവ് തുടങ്ങിയ മഹത്തായ ഗുണങ്ങൾ അവൾക്ക് നൽകപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരാൾക്ക് പൂർണ്ണമായ മനുഷ്യത്വം നൽകുമ്പോൾ മറ്റൊരാളെ ഒരു മനോഹരമായ കാഴ്ചവസ്തു മാത്രമായി ഒതുക്കുന്നു. സംഭാഷണത്തിന്റെ കാര്യത്തിലും ഇതേ സമീപനം കാണാം. ആഫ്രിക്കക്കാർ സംസാരിക്കുമ്പോൾ അതിനെ അപരിഷ്കൃത ശബ്ദങ്ങളുടെ ആക്രമാസക്തമായ ബഹളം എന്നാണ് കോൺറാഡ് വിശേഷിപ്പിക്കുന്നത്. അവർക്ക് ഭാഷയില്ല, ബഹളം മാത്രമേ ഉള്ളൂ എന്നൊരു ധ്വനി. എന്നാൽ 2 സ്ഥലങ്ങളിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അച്ചബെ ആ 2 ഉദാഹരണങ്ങളും എടുത്തു കാണിക്കുന്നു. ഒന്ന്, സ്റ്റീമറിലെ നരഭോജികൾ എന്നു പറയപ്പെടുന്നവർ പട്ടിണി കിടക്കുമ്പോൾ ഒരാൾ മറ്റൊരാളോട് എവനെ തിന്നു, അതായത് ഈറ്റും എന്നു പറയുന്നതാണ്. രണ്ടാമത്തേതോ, കേർട്സ്, അദ്ദേഹം മരിച്ചു, അതായത് മിസ്റ്റർ കേർട്സ് ഹീ ഡെഡ് എന്ന് വിളിച്ചു പറയുന്നതും. ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കില്ലേ? ഇംഗ്ലീഷ് അത്ര വശമില്ലാത്തൊരാൾ അങ്ങനെയായിരിക്കില്ലേ സംസാരിക്കുക? ആയിരിക്കാം. പക്ഷെ ഒരു നോവലിൽ ലക്ഷക്കണക്കിന് വാക്കുകൾ എഴുതുന്ന ഒരു എഴുത്തുകാരൻ ഒരു ജനതയുടെ ശബ്ദമായി ഈ 2 വാചകങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് അച്ചബെ പറയുന്നത്. ഈ 2 ഉദാഹരണങ്ങളും ആഫ്രിക്കക്കാരെക്കുറിച്ചുള്ള യൂറോപ്യൻ മുൻവിധികളെ ഉറപ്പിക്കാനാണ് സഹായിക്കുന്നത്. ഒന്ന്, നരഭോജനത്തെക്കുറിച്ചുള്ള ഭയം, മറ്റൊന്ന് ഒരു വെള്ളക്കാരന്റെ മരണത്തെക്കുറിച്ചുള്ള വികാരരഹിതമായ ലളിതമായ ഒരറിയിപ്പ്. അവർക്ക് സങ്കീർണമായ ചിന്തകളോ ഭാഷയോ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഈ തിരഞ്ഞെടുപ്പുകൾ സഹായിക്കുന്നു.
ഇതിനെല്ലാം ഒരു മറുവാദം എപ്പോഴും കേൾക്കാറുണ്ട്. ഇതെല്ലാം കഥാപാത്രമായ മാർലോയുടെ കാഴ്ചപ്പാടാണ്, കോൺറാഡിൻ്റെതല്ല. ഈ വാദത്തെ അച്ചബെ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ? പൂർണ്ണമുടയും. അച്ചബെ പറയുന്നത് മാർലോയുടെ പിന്നിൽ ഒളിച്ചിരുന്ന് വംശീയമായ കരുത്തുക്കൾ പറയാൻ കോൺറാഡ് ശ്രമിക്കുകയാണെന്നാണ്. കാരണം നോവലിന്റെ ഘടന പരിശോധിച്ചാൽ മാർലോയുടെ മനുഷ്യത്വരഹിതമായ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു ശബ്ദം ആ നോവലിൽ എവിടെയുമില്ല. നോവലിലെ ചിത്രങ്ങളും ഭാഷയും മറ്റ് കഥാപാത്രങ്ങളുടെ മൗനവുമെല്ലാം മാർലോയുടെ ലോകവീക്ഷണത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാർലോയുടെ വംശീയതയിൽ കോൺറാഡിനും പങ്കുണ്ട് എന്ന് അച്ചബെ ശക്തമായി വാദിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെയാണെത്തി നിൽക്കുന്നത്? ഒരു വശത്ത് കൊളോണിയലിസത്തിന്റെ ഭീകരത തുറന്നുകാട്ടുന്ന, സാഹിത്യപരമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ക്ലാസിക്. മറുവശത്ത് അതേ ക്ലാസിക് ഒരു ജനതയുടെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്നു എന്ന ശക്തമായ വിമർശനം. ഇത് ശരിക്കും ഒരു പാരഡോക്സ് അല്ലേ? സ്വന്തം വ്യവസ്ഥയുടെ ക്രൂരതയെ വെറുക്കുന്നൊരാൾക്ക് അതേ ക്രൂരതയുടെ ഇരകളെ മനുഷ്യരായി കാണാൻ കഴിയുന്നില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതാണ് ഈ ചർച്ചയിലെ ഏറ്റവും സങ്കീർണമായ ചോദ്യം. ഒരു കൃതിക്ക് ഒരേ സമയം കൊളോണിയൽ വിരുദ്ധവും വംശീയവുമാകാൻ കഴിയുമോ? ഈ രണ്ട് രചനകളും ഒരുമിച്ച് വായിക്കുമ്പോൾ അതിന്റെ ഉത്തരം കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോൺറാഡ് ഒരുപക്ഷെ കൊളോണിയൽ വ്യവസ്ഥയുടെ അത്യാഗ്രഹത്തെയും കാപട്യത്തെയും ആത്മാർത്ഥമായി വെറുത്തിരിക്കാം. എന്നാൽ ആ വ്യവസ്ഥയുടെ ഇരകളായ ആഫ്രിക്കക്കാരെ തുല്യ മനുഷ്യരായി കാണാൻ അദ്ദേഹത്തിന്റെ ഭാവനയ്ക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഭാവന അപ്പോഴും യൂറോപ്യൻ മുൻവിധികളിൽ, അതിന്റെ വംശീയ ശ്രേണികളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ ചർച്ച ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിനെ കുറിച്ച് മാത്രമല്ല, അല്ലേ? ഇന്നും നമ്മൾ സിനിമകളിലും വാർത്തകളിലുമൊക്കെ ചില രാജ്യങ്ങളെയും ജനങ്ങളെയും ഒരു പശ്ചാത്തലമായി മാത്രം കാണാറില്ലേ? അവരുടെ കഥകൾ പറയാതെ നമ്മുടെ കഥകൾക്ക് വേണ്ടിയുള്ള ഒരു സെറ്റിംഗ് മാത്രമായി അവരെ ഉപയോഗിക്കാറില്ലേ? ആരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ കേൾക്കുന്നത്? ആരുടെ ശബ്ദമാണ് നിശബ്ദമാക്കപ്പെടുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടതുണ്ട്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് യൂറോപ്പിന്റെ ആഫ്രിക്കയെക്കുറിച്ചുള്ള കഥയാണ്, ആഫ്രിക്കയുടെ കഥയല്ല. ആ വ്യത്യാസം വളരെ വലുതാണ്. ഇത് നിങ്ങൾക്കായൊരു ചിന്ത ബാക്കി വയ്ക്കുന്നു. പഴയകാലത്തെ ക്ലാസിക് സാഹിത്യം വായിക്കുമ്പോൾ അതിന്റെ കലാപരമായ മൂല്യത്തെയും ചരിത്രപരമായ പ്രാധാന്യത്തെയും അംഗീകരിക്കുന്നതിനൊപ്പം തന്നെ അതിലെ കാലഹരണപ്പെട്ടതും ദോഷകരവുമായ കാഴ്ചപ്പാടുകളെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? ഒരു കൂട്ടം മനുഷ്യരെ പൂർണ്ണ മനുഷ്യരായി കാണാത്ത, അവരുടെ ശബ്ദത്തെയും കാഴ്ചപ്പാടുകളെയും അവഗണിക്കുന്ന ഒന്നിനെ ഒരു മഹത്തായ കലാസൃഷ്ടിയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ?